ഇന്നത്തെ നമ്മുടെ ഐറ്റം ചെമ്പിനകത്തിരിക്കുന്ന കുറച്ച് ബീഫാണ്. ഒരുപാട് പേര് നമ്മളുടെ അച്ചാറിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരുമുണ്ട്, നമ്മൾ അച്ചാറിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കച്ചവടമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു ബീഫ് കൊണ്ടാണ് നമ്മൾ അച്ചാറിടുന്നത്. അപ്പോൾ നല്ലപോലെ കഴുകിയെടുക്കാം. ഒരു പക്ഷേ നമ്മൾ അച്ചാറിട്ടത് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ഞാനൊരു ബോട്ടിൽ പിടിച്ചിട്ടുണ്ട്, ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ ബീഫ് അച്ചാർ കേട്ടോ. അപ്പം നമുക്ക് ഒന്ന് പൊട്ടിച്ച് ഇതാണ് നമ്മുടെ ബീഫ് അച്ചാർ. മേടിച്ചോണ്ട് പോയവരെല്ലാം ഒരുപാട് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് അച്ചാറാണ്. ഇതിന് മുമ്പ് കുറച്ച് കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ ബീഫ് അച്ചാർ ചാറ് മാത്രമേ ഉള്ളോ, കഷ്ണമുണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ, ഞങ്ങൾ എന്ത് വിശ്വസിച്ചാണ് മേടിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാനിതൊന്ന് കാണിച്ചെന്നുള്ളൂ. ഇതിനകത്ത് നിറച്ചും ബീഫ് തന്നെയാണ്. ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് അച്ചാറാണ്. ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ മീനച്ചാറുണ്ട്, മാങ്ങ അച്ചാർ, നാരങ്ങ. ഇപ്പം നെല്ലിക്ക ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് നെല്ലിക്ക അച്ചാർ ഇടുന്നില്ല. പിന്നെ മസാലപ്പൊടി, ഇത്ര ഐറ്റങ്ങളാണ്. മുളക് പൊടി നല്ല ശുദ്ധമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന മുളക് പൊടിയൊക്കെ ഉണ്ട് കേട്ടോ, കാശ്മീരി മുളക് പൊടി. ഇതൊക്കെ നമ്മുടെ കൈ സ്റ്റോക്കുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾ അതിലോട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി. ഞങ്ങൾ അതിൻ്റെ ആൻസർ തരാം കേട്ടോ.